നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഏവരും കാത്തിരുന്ന മോഡലായിരുന്നു ടാറ്റയുടെ സീറ. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്ന സീറ എന്ന മോഡലിൻ്റെ ഒരു പുതുരൂപമായിട്ടാണ് ഏറ്റവും പുതിയ സീറ വന്നത്. എന്നാൽ വളരെ ആധുനികമാണ്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച വിൽപ്പന ആ വാഹനം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഏതാണ്ട് 6606 യൂണിറ്റുകൾ സീറ വിൽക്കുകയുണ്ടായി. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിലാണ് ആ വാഹനം ലോഞ്ച് ചെയ്തത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 35,000-ലധികം യൂണിറ്റുകൾ സീറയുടേതായിട്ട് വിറ്റഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് സീറയുടെ EVക്ക് വേണ്ടിയാണ്. EV കുറേ കാലം മുമ്പ് തന്നെ ടാറ്റ പല വേദികളിലും പ്രദർശിപ്പിച്ചിരുന്നു. അതിപ്പോൾ വരികയാണ്. ഈ വരുന്ന 30-ാം തീയതി, അതായത് ജൂൺ 30-ാം തീയതിയാണ് ടാറ്റ സീറ EV ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പ്രീമിയം മിഡ് സൈസ് ഇലക്ട്രിക് SUV സെഗ്മെൻറ്റിലേക്കുള്ള ടാറ്റയുടെ പുതിയ ചുവടുവയ്പ്പാണിത്. ഇതിൻ്റെ ഒരു എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ചോദിക്കുകയാണെങ്കിൽ ടാറ്റയുടെ തന്നെ ഹാരിയർ EVയുടെയും കർവ് EVയുടെയും ഇടയ്ക്കായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ സ്ഥാനം. വില ഏകദേശം 20 to 25 ലാക്സ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം ഹാരിയർ EV പോലെ തന്നെ ഇതിനും ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. അതായത് 2 മോട്ടറുള്ള മോഡൽ ഉണ്ടാകും. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഹാരിയർ മലയുടെ മുകളിലൊക്കെ ഓടിച്ചു കയറിയത് അതിന് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഈ വാഹനത്തിനും അതുണ്ടാകും. കൂടാതെ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വേരിയൻറ്റും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റിൻ്റെ ബാറ്ററി പാക്ക് 75 കിലോവാട്ടിൻ്റേതും അതുപോലെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലിൻ്റേത് 65 കിലോവാട്ടിൻ്റേതും ആയിരിക്കും. 400 മുതൽ 500 വരെ കിലോമീറ്ററാണ് റേഞ്ച് പ്രതീക്ഷിക്കുന്നത്. ഓൾ വീൽ ഡ്രൈവിൽ ഡ്യുവൽ മോട്ടർ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അതിന് അല്പം റേഞ്ച് കുറയാനുള്ള സാധ്യതയാണ് ഓൾ വീൽ ഡ്രൈവിൽ ഉള്ളത്. ടാറ്റയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള Activ.ev എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും പുതിയ ടാറ്റ സീറ EV ജനിക്കുന്നത്. രൂപം ഏതാണ്ട് പെട്രോൾ മോഡലിൻ്റെ തന്നെയാണ്. മുൻഭാഗത്ത് സാധാരണ ഏതൊരു EVയുടെയും പോലെ തന്നെ ഗ്രില്ലിൻ്റെ ഭാഗം അടച്ച് വെച്ചിരിക്കുന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ LED ലൈറ്റ് ബാർ മുൻഭാഗത്തുണ്ട്, ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ, അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ റൂഫ് തുടങ്ങിയൊക്കെ പ്രതീക്ഷിക്കാം. ഇൻറ്റീരിയറിൽ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് തുടരും. അതൊക്കെ ഈ ഒരു ഐസ് മോഡലുള്ളത് തന്നെ ആയിരിക്കും. അതുപോലെ 6-way പവേർഡ് ഡ്രൈവർ സീറ്റ് പ്രതീക്ഷിക്കാം. അതിൽ മെമ്മറി ഫംഗ്ഷൻ ഉണ്ടാകും. പിന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം JBLൻ്റേത് അത് പ്രതീക്ഷിക്കാം. ലെവൽ 2 ADAS, 360 ഡിഗ്രി ക്യാമറ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, പിന്നെ 6-ലധികം എയർ ബാഗുകൾ. മിക്കവാറും ടോപ്പ് എൻഡ് മോഡലിൽ 7 എയർ ബാഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് എല്ലാ മോഡലിലും 6 എയർ ബാഗ് ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ. മഹീന്ദ്രയുടെ BE6, അതുപോലെ ഹ്യുണ്ടായി ക്രെറ്റ EV, മാരുതി വിറ്റാര, ടൊയോട്ട ബെല്ല എന്നിവയുടെയൊക്കെ ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത്. കൂടാതെ ടാറ്റയുടെ തന്നെ സ്വന്തം മോഡലുമായിട്ടും സീറ EV മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അധികം കാത്തിരിക്കേണ്ടതില്ല. ഇനി ഒരാഴ്ച കൂടെ കഴിയുമ്പോഴേക്കും ടാറ്റ സീറ EV ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ അത് ഓടിച്ച് തന്നെ ഉള്ളൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാഹന വാർത്ത. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അയച്ചിരിക്കുന്ന പുഷ്കരൻ ആണ് കൊടുവള്ളിയിൽ നിന്നും. ടാറ്റ പഞ്ച് EV വാങ്ങാനിരിക്കുമ്പോഴാണ് സിട്രൺ C3 EVയുടെ ഫേസ് ലിഫ്റ്റ് വരുന്നതായി കണ്ടത്. സിട്രണിൻ്റെ ഡിസൈൻ എനിക്കിഷ്ടമാണ്. C3 EVയുടെ പുതിയ മോഡലിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിട്രൺ C3 EVയുടെ ഫേസ് ലിഫ്റ്റ് എത്തിക്കഴിഞ്ഞു. ഇനി മുതൽ C3 EV അറിയപ്പെടുക C3X എന്നായിരിക്കും. 11.99 ലക്ഷം രൂപയിലാണ് വില ആരംഭിക്കുന്നത്. അതായത് പഴയ മോഡലിനേക്കാളും 1,74,000 രൂപ കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ EV വന്നപ്പോൾ 1 ലക്ഷം രൂപ കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിട്രണും 1,74,000 രൂപ കുറച്ചിരിക്കണം. അപ്പോൾ ശരിക്കും ഇതൊക്കെ നിർമ്മിക്കാൻ എത്ര ചിലവുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോയത്. മറ്റൊരു കാര്യമുള്ളത്, വില കുറഞ്ഞെങ്കിൽ പോലും ബാസ് എന്ന് പറയുന്ന ആ ഒരു സ്കീമിൽ നിങ്ങൾക്ക് ഇനി മുതൽ സിട്രണിൻ്റെ ഏറ്റവും പുതിയ C3X വാങ്ങിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ്. ബാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ബാറ്ററി ആസ് എ സർവീസ് എന്നാണ് ആ ഒരു സ്കീമിൻ്റെ പേര്. അങ്ങനെ ബാസിൽ നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ 6,29,000 രൂപ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഓടുന്ന ഓരോ കിലോമീറ്ററിനും ₹2.26 എക്സ്ട്രാ നൽകണം. അറിയാമല്ലോ ബാസിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വാഹനം 11,99,000 രൂപയുടെ വാഹനം ബാസ് സ്കീമിൽ 6,29,000 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. പുതിയ C3Xൻ്റെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും കാര്യമായ മാറ്റങ്ങളുണ്ട്. പുതിയ പ്രൊജക്ടർ LED ഹെഡ്ലാമ്പ് വന്നു. പുതിയ ഡിസൈനിലുള്ള 15 ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീൽ വന്നു. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ഫോൾഡബിളുമായിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സ് വന്നു. V ഷേപ്പുള്ള LED DRL, LED ടെയിൽ ലാമ്പ്, അതുപോലെ മുന്നിലെ ഫോഗ് ലാമ്പ് എന്നിവയൊക്കെ മാറ്റങ്ങളില്ലാതെ തുടരുന്നുമുണ്ട്. ഉള്ളിലെ ഡാഷ്ബോർഡിന് മാറ്റമില്ല, പക്ഷേ ഉള്ള നിറങ്ങൾ പാടെ മാറിയിട്ടുണ്ട്. ബ്ലൂ ആൻഡ് ബീജ് ആണ് ഇപ്പോഴത്തെ ഉള്ളിലെ കളർ സ്കീം എന്ന് പറയുന്നത്. സീറ്റുകൾ ലെതററ്റായി മാറിയിട്ടുണ്ട്. നേരത്തെ ഫാബ്രിക് അപ്ഹോൾസ്റ്ററി ആയിരുന്നു കൊടുത്തിരുന്നത്. പുതിയ 7 ഇഞ്ച് ഡിജിറ്റൽ മീറ്റർ കൺസോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട്. അതുപോലെ ഉള്ളിലെ റിയർ വ്യൂ മിറർ ആകട്ടെ അതിപ്പം ഓട്ടോ ഡിമ്മിങ് ഫെസിലിറ്റി ഉള്ളതായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഡാഷ് ക്യാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ
6 സ്പീക്കറിൻ്റെ JBLൻ്റെ മ്യൂസിക് സിസ്റ്റം വന്നു. നേരത്തെ 4 സ്പീക്കറാണ് ഉണ്ടായിരുന്നത്. എയർ ബാഗുകളുടെ എണ്ണം ടോപ്പ് എൻഡ് മോഡലുകളിൽ 6ഉം താഴെയുള്ള മോഡലുകളിൽ 4ഉം ആക്കി മാറ്റിയിട്ടുണ്ട്. 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് ആ സ്ക്രീൻ മാറ്റമില്ലാത്തോട്ടിരുന്നു. അതുപോലെ അതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം വയർലെസ് ആയിട്ട് കണക്റ്റും ചെയ്യാം. പിന്നിലും വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയുണ്ട്, പാർക്കിംഗ് സെൻസറുകളുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മോട്ടറിനും ബാറ്ററി പാക്കിനും മാറ്റമൊന്നുമില്ലെങ്കിലും റേഞ്ച് കൂടി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 325 കിലോമീറ്ററാണ് ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ റേഞ്ച്. നേരത്തെ ഉണ്ടായിരുന്ന ആ റേഞ്ചിനേക്കാൾ 79 കിലോമീറ്ററാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. 29.2 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. മോട്ടർ 57 HP-യുടേതാണ്. ടോർക്ക് 143 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. 60 കിലോമീറ്റർ വേഗത എടുക്കാൻ 6.8 സെക്കൻഡ് മതി എന്നാണ് കമ്പനി പറയുന്നത്. 170 കിലോമീറ്റർ വരെ വേഗത കിട്ടുകയും ചെയ്യും. AC ചാർജറിൽ ഫുൾ ചാർജ് ആകാൻ 10 മണിക്കൂർ 30 മിനിറ്റ് വേണം. പക്ഷേ DC ഫാസ്റ്റ് ചാർജിലാണെങ്കിൽ 10 മുതൽ 80% വരെ ചാർജ് ആകാൻ 57 മിനിറ്റ് മതി. അങ്ങനെ ഏതാനും കുറവുകൾ സിട്രണിൻ്റെ ഈ C3യിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ ഏറ്റവും പുതിയ C3X വന്നിരിക്കുന്നത്. സിട്രണിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സിട്രണിൻ്റെ വാഹനങ്ങൾ ആദ്യം വരുമ്പോൾ ഫീച്ചേഴ്സ് കുറവായിരിക്കും. അപ്പോൾ ആൾക്കാർ വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്കും ഫീച്ചേഴ്സ് കുറവുള്ളതെന്ന് പറഞ്ഞ് തിരിച്ചു വരും. കുറച്ച് നേരം കഴിഞ്ഞ് ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്യും. പക്ഷേ അത് ജനങ്ങൾ അറിയുന്നുമില്ല. അതാണ് സിട്രണിൻ്റെ പല വാഹനങ്ങളും പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക് 11,99,000 രൂപയ്ക്ക് വളരെ മികച്ച നല്ല ഇൻറ്റീരിയറും നല്ല ബിൽഡ് ക്വാളിറ്റിയും ഉള്ള ഒരു EV വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വാങ്ങിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം സത്യത്താണ് മണിമലയിൽ നിന്നും. റോഡിൽ നിറയെ ഡിഫൻഡർ ആണല്ലോ, അത് നമ്മൾ കൂട്ടിയാൽ കൂടില്ല. എന്നാൽ ബേബി ഡിഫൻഡർ വരുന്നതായിട്ട് വായിച്ചു. അത് ഇന്ത്യയിലെത്തുമോ? അതിൻ്റെ വില നമ്മൾ കൂട്ടിയാൽ കൂടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൻ്റെ സാമ്പത്തിക നില എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ എത്ര രൂപയാണെങ്കിൽ കൂട്ടിയാൽ കൂടും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്ത്യയിൽ ബേബി ഡിഫൻഡർ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എല്ലാ ലോകരാജ്യങ്ങളിലും അതായത് ഗ്ലോബലി വിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് കമ്പനി CEO പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കും വരുമെന്നുള്ളൊരു സംശയമില്ല. മറ്റൊരു കാര്യമുള്ളത് ഡിഫൻഡറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ഇന്ത്യ. നേരത്തെ സത്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എവിടെ നോക്കിയാലും ഡിഫൻഡർ എന്നുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബി ഡിഫൻഡറും ഇന്ത്യയിൽ വരും. ബേബി ഡിഫൻഡർ എന്ന് പറയുന്നത് ഡിഫൻഡർ അതേ രൂപത്തിലുള്ള ഒരു കുറച്ചുകൂടി ചെറിയ വാഹനമാണ്. 4.5 മീറ്റർ ഉള്ളൂ ബേബി ഡിഫൻഡറിൻ്റെ നീളമെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ഒരു വാഹനമായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. കാരണം ഈ വലിയ ഡിഫൻഡറിൻ്റെ എല്ലാ എന്താ പറയുക മല കയറാനുള്ള കഴിവുകളും ബേബി ഡിഫൻഡറിന് കൊടുക്കും എന്ന് കമ്പനി മേധാവി പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇതൊരു EV ആയിട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ബേബി ഡിഫൻഡർ EV രൂപത്തിൽ മാത്രമായിരിക്കും വരിക എന്ന് കമ്പനി ആദ്യം പറയുന്നത്. പക്ഷേ ഇപ്പോൾ അറിയുന്നത് അതിൻ്റെ ഒരു ഹൈബ്രിഡ് രൂപവും വരുമെന്നുള്ള കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ കമ്പനിയുടെ മേധാവി പറയുന്നത് EVയിലേക്ക് പല ലോകരാജ്യങ്ങളും ചേഞ്ച് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ്. അപ്പോൾ EV മാത്രമായിട്ട് നമ്മൾ ബേബി ഡിഫൻഡർ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ചുരുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് EVയും അതോടൊപ്പം തന്നെ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡലും കൂടി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നത്. എന്നാൽ ചില മാർക്കറ്റുകളിൽ നമ്മുടെ ഇവോക്കിലുള്ള പെട്രോൾ എഞ്ചിൻ കൂടി ഇതിൽ ഘടിപ്പിക്കുമെന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഹൈബ്രിഡ് EV പെട്രോൾ ഇങ്ങനെ 3 വേരിയൻസ് വരാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും 2027 വിപണിയിലെത്തും ഈ ഒരു വാഹനം എന്നാണ് കരുതുന്നത്. എല്ലാ ഓഫ് റോഡ് കഴിവുകളും 4.5 മീറ്റർ നീളവുമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡിഫൻഡറിൻ്റെ DNA ഞങ്ങൾ അതേപടി കാത്തു സൂക്ഷിക്കും എന്നാണ് കമ്പനി മേധാവി ഒരിക്കൽ പറഞ്ഞത്. അതിൻ്റെ ബ്രാൻഡ് ഡയറക്ടർ മാർക്ക് കാമറോൺ ഒരിക്കൽ പറഞ്ഞതാണ്. എല്ലാ DNAയും അതായത് എന്താണോ നിങ്ങൾ ഡിഫൻഡറിൽ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം തന്നെ ബേബി ഡിഫൻഡറിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം തുടക്കത്തിൽ EV, അതിനുശേഷം ഈ സ്ട്രോങ് ഹൈബ്രിഡ്, പിന്നെ പെട്രോൾ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പം എന്ത് വിലയാകും എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം. നമ്മൾ ഊഹിക്കുന്ന വില എന്ന് പറയുന്നത് ഏതാണ്ട് 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മോശമല്ല ഒരു ഡിഫൻഡർ എന്ന് പറയുന്നൊരു വാഹനം വാങ്ങിക്കുന്ന ആളെ സംബന്ധിച്ച്. തന്നെയല്ല നിങ്ങൾ ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ ഏതൊരു വാഹനം നോക്കിയാലും ആ വിലയിൽ കൂടുതൽ വിലയുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു JLRൻ്റെ വാഹനം വീട്ടിൽ വാങ്ങിച്ചിടാം 60 ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ സക്സസ് ആകും. അല്ലെങ്കിൽ തന്നെ ഈ സത്യത്തിനെ പോലെ പലരുടെയും വലിയൊരു ആഗ്രഹമാണ് ഡിഫൻഡർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2027 അവസാനം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. എന്തായാലും ബേബി ഡിഫൻഡർ വരും. ഇനിയിപ്പോൾ ഈ ആഴ്ചയിലെ കൗതുക വാർത്തയിലേക്ക് പോകാം. ഇതിനെ കൗതുക വാർത്ത എന്ന് വിളിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്നാലും ഒന്ന് കേട്ടു നോക്കൂ. അപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പണ്ടൊക്കെ നമ്മൾ അംബാസഡർ കാർ വാങ്ങിക്കുന്നു. അംബാസഡറിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ആ എഞ്ചിൻ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് മെറ്റഡോറിൻ്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പതിവ് പണ്ട് കാലത്ത് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ എഞ്ചിൻ ഇല്ലാതെ വാങ്ങിക്കുകയും പിന്നീട് നമുക്ക് എഞ്ചിൻ ഫിറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ നല്ല കാര്യമാണല്ലോ. അത് പക്ഷേ ഒരിക്കലും ഡീസൽ പെട്രോൾ എഞ്ചിനുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ EVകളിൽ ഇങ്ങനൊരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അത് മോട്ടറിൻ്റെ കാര്യത്തിലല്ല, പക്ഷേ ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലാണ്. അതാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ MG കൊണ്ടുവന്നത്. ബാസ് എന്ന് പറയുന്നൊരു സ്കീം, ബാറ്ററി ആസ് എ സർവീസ് എന്നാണ് ആ ഒരു വാക്കിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഇത് ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വിൻസറിൻ്റെ ലോഞ്ചിന് ഡൽഹിയിൽ നമ്മളിരിക്കുമ്പോൾ
വിലയൊക്കെ പ്രഖ്യാപിച്ചിട്ട് അന്നത്തെ കമ്പനി പ്രസിഡന്റ് പറഞ്ഞു. ഇതുകൂടാതെ ബാസ് എന്ന് പറയുന്ന സ്കീം കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ഇല്ലാതെ വാഹനം വാങ്ങിക്കാം. എന്നിട്ട് ബാറ്ററി നിങ്ങൾക്ക് ലോൺ എടുത്ത് അതിൽ ഫിറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ അതിൽ ഓണായിരിക്കും. നിങ്ങൾ ഓരോ കിലോമീറ്റർ ഓടുന്നതിനും ഇത്ര രൂപ വെച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതെന്ത് സംഭവമാണ്, ഒരിക്കലും ഇത് വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല. നമ്മുടെ സ്വന്തം വണ്ടി ഓടിക്കുന്നത് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ ചോദിച്ചെങ്കിലും അതൊരു വലിയ വിജയമായി എന്നുള്ളതാണ് സത്യം. പലരും ബാസ് സ്കീമിൽ വാഹനം എടുക്കുന്നുണ്ട്. ബാസിന് നിങ്ങൾക്ക് ഈ ബാറ്ററിക്ക് ലോൺ തരുന്നത് ഈ കമ്പനി, വാഹന നിർമ്മാണ കമ്പനിയല്ല, അത് ഔട്ട്സൈഡ് ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ്, ഈ ബജാജ് ഫിനാൻസ് ഒക്കെ ഉള്ളവരൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കൂട്ടിയും കഴിച്ചും വരുമ്പോൾ കുറച്ച് ലാഭം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് എന്തായാലും കണക്കിൻ്റെ അടുത്ത് ഞാൻ മോശമായതുകൊണ്ട് എനിക്ക് ഇതുവരെ അത് കൂട്ടി കഴിച്ചിട്ടൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ബാസ് സ്കീമിൽ കിട്ടാൻ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ്. ഇപ്പം ഉദാഹരണമായിട്ട് ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ EV നിങ്ങൾക്ക് 7 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി പാക്ക് ഒഴിച്ചുള്ള ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾ ഓടുന്നതനുസരിച്ച് പൈസ അടച്ചാൽ മതി. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ MG മോട്ടറാണ് തുടക്കമിട്ടതെങ്കിലും ഇപ്പം വലിയ അഭിമാനികളായ ടൊയോട്ട പോലും ഇപ്പം ബാസ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും പുതിയ ഇബെല്ല എന്ന് പറയുന്ന ആദ്യത്തെ EV നിങ്ങൾക്ക് ബാസ് സ്കീമിൽ വാങ്ങിക്കാൻ സാധിക്കും. മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും ഈ ഒരു ബാസ് സ്കീമിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് അതൊരു വിജയമാണ് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോരോ വാഹനങ്ങൾ ഏതൊക്കെയാണ് ബാസ് സ്കീമിൽ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സിട്രൺ E3X, നമ്മൾ അതിനെപ്പറ്റി കുറച്ച് പറയുന്നുണ്ട്, അതിനെപ്പറ്റി അത് പറയാം. അതിനിപ്പോൾ ഏറ്റവും പുതുതായിട്ട് ബാസ് സ്കീമിലേക്ക് വന്നിരിക്കുന്നത് 6,89,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിട്രൺ E3Xൻ്റെ എൻട്രി ലെവൽ മോഡൽ വാങ്ങിക്കാൻ പറ്റും ബാസ് സ്കീമിൽ. അതിൻ്റെ വില 11,99,000 രൂപയാണ്, അതായത് 12 ലക്ഷം രൂപയാണ്. ഏകദേശം 6 ലക്ഷത്തോളം രൂപ കുറച്ചാണ് നിങ്ങൾക്ക് ആദ്യം ഈ വാഹനം വാങ്ങിക്കാൻ പറ്റുക. എന്നിട്ട് നിങ്ങൾ ഓടുന്ന ഓരോ കിലോമീറ്ററിനും 2 രൂപ 26 പൈസ വെച്ച് ഈ പറഞ്ഞ ഫിനാൻസ് കമ്പനിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. മറ്റൊരു കാര്യമുള്ളത്, ഇത് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങൾ മാസം 2000 കിലോമീറ്റർ ഓടിയിരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും ഓടിച്ചുകൊണ്ട് 2000 കിലോമീറ്റർ എങ്കിൽ മാത്രമേ അവർ വിചാരിക്കുന്ന പൈസ അവർക്ക് കിട്ടുള്ളൂ. എന്ന് പറയുമ്പോൾ 4,520 രൂപ നിങ്ങൾ പ്രതിമാസം നിങ്ങൾ ഈ വാഹനം ഓടിക്കുന്നതിന് കൊടുക്കണം. എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വാഹനം ഫുൾ ലോണിലെടുക്കുന്നതിനേക്കാൾ ലാഭകരമാണ് എന്നാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് അടച്ച് നിങ്ങൾക്ക് ഒരു മാസം 4,520 രൂപ മിനിമം അടച്ച് ഓടിച്ചുകൊണ്ട് നടക്കാം. അതിനുശേഷം ഈ പറഞ്ഞ നിങ്ങൾ എത്ര രൂപയാണോ ബാറ്ററിക്ക് ഒരു വിലയിടുന്നത്, ഇപ്പോൾ ഇതിൻ്റെ അതൊരു 6 ലക്ഷം രൂപ ബാറ്ററി വില വരുന്നുണ്ടല്ലോ, ആ രൂപ അടഞ്ഞു തീരുമ്പോൾ ബാറ്ററി അടക്കം വാഹനം നിങ്ങൾക്ക് സ്വന്തമാകും. ഇതാണ് എൻ്റെ സംഭവം. അപ്പം സിട്രൺ C3Xന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വില എന്ന് പറയുന്നത് 6,89,000 രൂപയാണ്. രണ്ടാമത് ടാറ്റ ടിയാഗോ EV, 4,69,000 രൂപ കൊടുത്താൽ മതി നിങ്ങൾക്ക് ടാറ്റ ടിയാഗോ EV വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതിൻ്റെ വില 6,99,000 രൂപയാണ്. എന്ന് വെച്ചാൽ ഏകദേശം 2,30,000 രൂപ കുറച്ചാണ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ കിലോമീറ്ററിന് ഓരോ കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ 2 രൂപ 60 പൈസ അടയ്ക്കേണ്ടി വരും. അടുത്ത MG കോമറ്റിന് അടിസ്ഥാന വില എന്ന് പറയുന്നത് 7,63,000 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് ബാസ് സ്കീമിൽ അത് 4,99,000 രൂപ, 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. 2,64,000 രൂപ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കുമ്പോൾ കുറച്ച് കിട്ടും. 3 രൂപ 20 പൈസ വെച്ച് നിങ്ങൾ 1 കിലോമീറ്റർ ഓടുമ്പോൾ അടയ്ക്കേണ്ടി വരും. അടുത്ത നാലാമത് നമുക്ക് ടാറ്റ പഞ്ച് EVയുടെ കാര്യം പറയാം. ടാറ്റ പഞ്ച് EVക്ക് 9,69,000 രൂപയിലാണ് വില ആരംഭിക്കുന്നത്. പക്ഷേ 6,49,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ പഞ്ച് EV വീട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് ഓരോ കിലോമീറ്ററിനും 3 രൂപ 20 പൈസ വെച്ച് അടയ്ക്കേണ്ടി വരും. ഇനി അടുത്തത് ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കമിട്ട മിസ്റ്റർ MG വിൻസറിനെ പറ്റി പറയാം. MG വിൻസറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന 14,10,000 രൂപ, 14,10,000 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് 9,99,000 രൂപ, 10 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിൻസർ EV വീട്ടിൽ കൊണ്ടുപോകാം. കിലോമീറ്ററിന് 3 രൂപ 90 പൈസ വെച്ച് പിന്നെ അടച്ചുകൊണ്ടിരിക്കണം. അടുത്തത് മാരുതിയുടെ ആദ്യത്തെ EV, മാരുതി വിറ്റാരയുടെ സ്റ്റാർട്ടിംഗ് വില എന്ന് പറയുന്നത് 15,99,000 രൂപയാണ്, അതായത് 16 ലക്ഷം രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് ബാസ് സ്കീമിൽ 10,99,000 രൂപ, 15 ലക്ഷം രൂപ അടച്ചാൽ നിങ്ങൾക്ക് മാരുതിയുടെ ഏറ്റവും പുതിയ വിറ്റാര വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾ 3 രൂപ 99 പൈസ വെച്ച് ഓരോ കിലോമീറ്ററിനും അടച്ചുകൊണ്ടിരിക്കണം. അടുത്തൊരു ഗംഭീര EV ആണ്, അത് കിയ ക്ലാവിസ് EV ആണ്. അതിന് 18 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വിലയെങ്കിൽ നിങ്ങൾക്ക് 12,84,000 രൂപയ്ക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാം ബാസ് സ്കീമിൽ. 3 രൂപ 30 പൈസ വെച്ച് നിങ്ങൾ കിലോമീറ്ററിന് അടച്ചുകൊണ്ടിരിക്കണം. അടുത്തത് ഇപ്പം വലിയ എന്താ പറയുക പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്, അത് MGയുടെ ZS EV ആണ്. ഇപ്പോൾ ആരും അതങ്ങനെ വാങ്ങിക്കുന്നില്ല, കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി. അതിന് 17,99,000 രൂപയാണ് ബേസിക് വില, അതായത് 18 ലക്ഷം രൂപ വില ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 13 ലക്ഷം രൂപയ്ക്ക് ആ വാഹനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. 4 രൂപ 50 പൈസ വെച്ച് നിങ്ങൾ കിലോമീറ്ററിന് അടച്ചുകൊണ്ടിരിക്കണം. അടുത്തതാണ് ടൊയോട്ട ഇബെല്ല എന്ന് പറയുന്നത് മാരുതിയുടെ വിറ്റാരയുടെ അതേ സംഭവം തന്നെയാണ്. ടൊയോട്ടയുടെ ആ ഒരു ബാഡ്ജിങ് വന്നേ ഉള്ളൂ. ഇതിന് 23,60,000 രൂപ, അതെ അതാണ് ബേസിക് വിലയെങ്കിൽ നിങ്ങൾക്ക് 15,25,000 രൂപയ്ക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും. 4 രൂപ 99 പൈസ വെച്ച് നിങ്ങൾക്ക് മാസം അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വാഹനങ്ങൾ ഇപ്പോൾ ബാസിൽ കിട്ടുന്നത്. പക്ഷേ ചില മോഡലുകൾക്ക് മറ്റൊരു വ്യത്യാസമുള്ള, ഇപ്പം ഇതിൻ്റെ ചില 3 രൂപ 60 പൈസ വെച്ചാണ് നിങ്ങൾ കിലോമീറ്റർ കൊടുക്കുന്നതെങ്കിൽ
ടോപ്പ് എൻ്റെ മോഡലിലേക്ക് പോകുമ്പോൾ അതിന് ചിലപ്പോൾ 4 രൂപ 50 പൈസ വരെയൊക്കെ ആവും. അങ്ങനെ ചെറിയ ഡിഫറൻസ് ഒക്കെ ആ കാര്യത്തിലുണ്ട്. പിന്നെ എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നിങ്ങൾ മിനിമം ഇത്ര കിലോമീറ്റർ ഓടിയിരിക്കണം ഒരു മാസം എന്നുള്ള കാര്യമാണ്. അതിന് ശേഷം അതിൽ കൂടുതൽ നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെർ കിലോമീറ്റർ റേറ്റിൽ വീണ്ടും ഒരല്പം വർധനമുണ്ടാകും. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ കമ്പനിയോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എങ്കിൽ ഇത്രയും വാഹനങ്ങളാണ് നിങ്ങൾക്ക് ബാസ് സ്കീമിൽ കിട്ടുക എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ്. 35 സർവീസ് സെൻറ്റേഴ്സും 35 സെയിൽസ് സെൻറ്റേഴ്സും കേരളത്തിലുടനീളം പോപ്പുലർ ഹുണ്ടായിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് വാഹനം ഓടിച്ച് നോക്കണമെങ്കിലും ഈ ഒരു ഞാൻ കൊടുത്തിട്ട് നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. ഓടിച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയുക. ബൈജു നായർ യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഏറ്റവും പുതിയ വെന്യൂ, ഏറ്റവും പുതിയ ക്രെറ്റ EV, അത്തരം വാഹനങ്ങളൊക്കെ വളരെ മികച്ച വാഹനങ്ങളാണ്. ഓടിച്ച് നോക്കുക. അതുപോലെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും പുതിയ വെർണ ഓടിച്ചത്. 10,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത്രയും വലിയൊരു വാഹനം കിട്ടും. അത് താല്പര്യമുള്ളവർക്കൊക്കെ വിളിക്കാം ഈ ഒരു നമ്പറിലേക്ക്. അപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഹുണ്ടായെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോപ്പുലർ ഹുണ്ടായെ പറ്റി എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ 2 തരത്തിൽ അയക്കാം. ഒന്ന് baijuennair@gmail.com എന്ന് പറയുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. baijuennair official എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. baijuennair എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ച പറയാനുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ചോദ്യോത്തര വീഡിയോയുമായിട്ട് കാണാം. ബൈ.